വയനാട്ടിലെ അവസ്ഥ ഇപ്പോൾ വളരെ കഷ്ടമാണല്ലേ? അവിടെ ഇപ്പോൾ മനുഷ്യരെക്കാളും കൂടുതൽ വന്യജീവികളാണ്. വളരെ റീസെൻ്റ് ആയിട്ട് വന്ന കുറച്ച് ന്യൂസ് ഞാൻ പറയാം. പുൽപ്പള്ളിയിൽ ഞായറാഴ്ച 4 സ്ഥലത്തായിരുന്നു കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ഏകദേശം അതേ സമയത്താണ് ചേകാടി വനപാതയിൽ കാട്ടുകൊമ്പന്റെ മുന്നിൽ ബൈക്ക് യാത്രികർ പെട്ടുപോയത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ആ പ്രദേശത്തെ സ്ഥിരം ശല്യക്കാരനാണ് ഈ കാട്ടാന എന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂലിപ്പണിക്ക് പോകുന്നവരും കർണാടകയിൽ പോയി വരുന്നവരൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു പാതയിലാണ് കാട്ടാന ഇങ്ങനെ വഴിമുടക്കിയെന്ന് ശല്യക്കാരനാവുന്നത്. ബത്തേരിയിൽ 8 മാസം ഗർഭിണിയായിരുന്ന പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നു. റിപ്പണിൽ കൃഷിയിടത്തും ജനവാസ മേഖലയിലും കാട്ടാന കയറി വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മാനന്തവാടിയിൽ കൊയ്ത് മെതിച്ചു വെച്ച നെല്ല് കാട്ടാന നശിപ്പിച്ചു. ഏകദേശം 80,000 രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്. ബത്തേരിയിൽ പന്നിഫാമിൽ കയറി കടുവ പന്നീനെ കൊന്നു. ഇത് 25ാമത്തെ പന്നീനെയാണ് കടുവ കൊല്ലുന്നത്. ഏകദേശം 10 അടിയോളം ഉയരമുള്ള കൂട് പൊളിച്ചിട്ടാണ് കടുവ അകത്ത് കയറി പന്നീനെ കൊന്നതെന്ന് ആലോചിക്കണം. ഇങ്ങനെ എത്രയോ സംഭവങ്ങളാണ് ദിനംപ്രതി ഉണ്ടാവുന്നത്. വയനാട് മാനന്തവാടി നഗരസഭയിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇപ്പം കരടി ശല്യമാണ്. ഞായറാഴ്ച രാത്രിയോടെയാണ് നാട്ടുകാർ കരടീനെ കാണുന്നത്. വീട്ടിൽ കയറി വാതിൽ തല്ലിപ്പൊളിക്കുക, അതേപോലെ അടുക്കളയിൽ കയറി വെളിച്ചെണ്ണ പഞ്ചസാരയൊക്കെ എടുത്തുകൊണ്ട് പോവുക, അതേപോലെ കുട്ടികളെയൊക്കെ ഓടിച്ച് ഭയപ്പെടുത്തുക, സ്കൂളിൽ ജനാലച്ചില് തകർക്കുക, അങ്ങനെ മൊത്തത്തിലൊരു ക്രമസമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. കരടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് കരടിയുടെ പുറകെയാണ് എല്ലാവരും. ഫോറസ്റ്റ് ഓഫീസേഴ്സും പോലീസുകാരും നാട്ടുകാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരു സൈഡിൽ കരടിയുടെ പുറകെ പോകുമ്പോൾ ഇപ്പുറത്ത് കാട്ടാനയും കാട്ടുപന്നിയും കടുവയും പുലിയും പെരുമ്പാമ്പും എല്ലാവരും കൂടെ കൃഷിയും വളർത്തു മൃഗങ്ങളെയും വീടുകളും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയ വയനാട് മൊത്തത്തിലൊരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. ഇത്രയധികം വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തോരം പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, എന്തോരം സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്തോരം പരാതികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുവയ്ക്കായിട്ടുള്ള തെരച്ചിലിനും കാവലിനും ഒക്കെ നിരായുധരായ വാച്ചർമാരാണുള്ളത്. അത് മാറി ദ്രുതകർമ്മസേന വരണം എന്നൊക്കെ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഓരോ ദിവസവും ഇതുപോലെയുള്ള വന്യജീവി ആക്രമണത്തിന്റെ പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ടാവും. ഓരോ ദിവസവും വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അധികാരികൾക്ക് ഇതൊക്കെ അവർ നിസ്സാരവൽക്കരിച്ചേക്കാം. ഇതൊക്കെ ഓരോ ദിവസം വരുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഉണ്ടാവുന്നതല്ലേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ നോർമലൈസ് ചെയ്തേക്കാം. പക്ഷേ ഏത് നിമിഷമാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നതെന്ന് അറിയാതെ ഓരോ നിമിഷവും പേടിച്ചു കഴിയുന്ന ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പം അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായേ തീരും.